ജീവിതത്തിൽ നല്ല രീതിയിൽ നടന്ന ഒരാൾ പെട്ടെന്ന് സ്വഭാവം മാറി. പല ആളുകൾക്കുള്ളതാണത്. വശീകരണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് വശീകരണം? അതെങ്ങനെയാണ് അത് അറിയാൻ പറ്റുക? അതിന് പ്രതിവിധി ഉണ്ടോ എന്നുള്ള വിഷയമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നല്ല രീതിയിൽ നടന്ന ഒരാൾ പെട്ടെന്ന് സ്വഭാവം മാറുന്നു. അവൻ്റെ പെരുമാറ്റം മറ്റൊരാൾക്ക് പറ്റാത്ത രീതിയിലാകുന്നു. ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് ഡിഫറൻ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവർക്കിടയിൽ എന്തോ ഒരു വശീകരണത്തിൻ്റെ പരിപാടി നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് വശീകരണമെന്നും അത് എങ്ങനെ തിരിച്ചറിയാമെന്നും അതിൽ നിന്നും മോചനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്താണ് വശീകരണം? ഒരാളെ തൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി വശ്യം ചെയ്യുന്നതിനാണ് വശീകരണം എന്ന് പറയുക. ഭസ്മത്തിലൂടെയും അല്ലാതെയും ചില മധുരങ്ങളിലൂടെയും ചില പാനീയങ്ങളിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ മന്ത്രം ജപിച്ച ഇത്തരം ഓരോ സാധനങ്ങൾ ഇവരുടെ വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് വശീകരണം. അപ്പോൾ ഇത് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നല്ല രീതിയിൽ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് സ്വഭാവം മാറും. ദേഷ്യവും വാശിയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അത് കയറി വരും. പല അടയാളങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വശീകരണം സംഭവിച്ച ഒരാൾക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും വശീകരണത്തിൽ അവർ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ചില മാർഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് പറഞ്ഞാൽ, പെട്ടെന്ന് ഒരാളോട് അടുപ്പം തോന്നുക. ആ ആളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, ആ ആളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്താലും ആ ആളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനേ കഴിയുന്നില്ല. ഓരോ ദിവസം കൂടും തോറും അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുക, ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോവുക. ഇത് വശീകരണം ചെയ്തതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. ആ ആളിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. രണ്ടാമതായി പറയുന്നത് ചിന്താശേഷി നഷ്ടപ്പെടുക. എങ്ങനെ? ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക. അപ്പം എന്താവും? എല്ലാ പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കും. സ്നേഹിക്കുന്ന ആളോട്, നമ്മളെ ഉമ്മാനോട് അല്ലെങ്കിൽ ഉപ്പാനോട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് എന്ത് പറയണം എന്ന് നമുക്കറിയില്ല, അവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് നമുക്കറിയില്ല. അങ്ങനെ പക്വതയില്ലാത്ത ഒരു പെരുമാറ്റം, സ്വഭാവം, ആര് എന്ത് കരുതുന്നു എന്ന് നോക്കണ്ട, അങ്ങോട്ട് അടിച്ച് വീശി സംസാരിക്കുക. ഇതൊക്കെ വശീകരണം വന്ന ആളുകളുടെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ വെറുക്കുക. സ്വന്തം കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ഇണയെയോ പോലും വെറുക്കുന്ന ഒരു സമ്പ്രദായം ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിക്കൂടുക. എങ്ങനെയാണത് പറയുന്നത്? നമ്മുടെ ഭാര്യ, മക്കള്, നമ്മുടെ ഉമ്മ, ഉപ്പ, സുഹൃത്തുക്കൾ, ഇവരൊന്നും നമുക്ക് വേണ്ട. നമുക്ക് മറ്റൊരു വ്യക്തി, ആ ഒരു വ്യക്തി മാത്രം മതി. ഒരാളിൽ മാത്രം എല്ലാവരെയും അങ്ങ് ഒഴിവാക്കി നിർത്തി ഈ ഒരാൾ മാത്രം മതി എന്നുള്ള ചിന്തയും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് വശീകരണത്തിൻ്റെ ഒരു അടയാളമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ, കാരണമില്ലാതെ നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചതുപോലെ ഒരു അനുഭവം, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണാത്ത സമയത്ത് കടുത്ത മാനസിക സമ്മർദ്ദം, സങ്കടം, വിഷമം. ഈ വിചാരിച്ച ആളെ കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്ത ഒരു വിഷമം തോന്നുക. ആ ഒരാളിൽ മാത്രം, മറ്റുള്ളവരൊന്നും വിഷയമില്ല. പെണ്ണുങ്ങളെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഉമ്മയെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മക്കളെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. അതുപോലെ തന്നെ ഭക്ഷണത്തോടുള്ള മടുപ്പ്, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാതിരിക്കുക. എന്നാൽ വശീകരണം ചെയ്ത വ്യക്തി എന്തെങ്കിലും കൊടുത്താലോ അത് നല്ലവണ്ണം വാരി വലിച്ചു കയറ്റും. വീട്ടിലെന്ത് ചെയ്യൂല? വീട്ടിലുണ്ടാക്കിയതൊന്നും കഴിക്കൂല, അവരുണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ കൊടുത്തോ ഒന്നും വേണ്ട, ഭക്ഷണത്തിനോട് മടുപ്പ്. എന്നാലോ ഈ വ്യക്തി കൊടുത്ത സാധനമാണെങ്കിൽ അതങ്ങനെ കഴിക്കുക. ഇതുപോലെ തന്നെയാണ് വശീകരണം ചെയ്ത ആൾ എന്താണോ പറയുന്നത് അത് എന്ത് പൊട്ടത്തരാണെങ്കിലും അതാണ് കേൾക്കുക. എന്ത് പൊട്ടത്തരം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുക. വശീകരണം ചെയ്ത ആൾ, ഇതിനെ നമ്മൾ പേടിക്കണം. വശ്യം എന്നാണ് ഇതിന് പറയുക. ഇത് വശീകരണം ചെയ്ത ആളുകളുടെ അടയാളമാണ്. ഇനി ഇത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. എന്താണ് ആ മാർഗം എന്നറിയോ നിങ്ങൾ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരാളുടെ ശരീരത്തിൽ വശീകരണം പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്.
എന്താണ് ആ മാർഗം? സൂറത്തുൽ ബഖറയാണ് പരിഹാരം. ഒരു മനുഷ്യൻ നല്ല ഒളു എടുത്ത്, പടച്ചോൻ എനിക്ക് വശീകരണം പെട്ടിട്ടുണ്ടോ, എനിക്ക് അത്തരമൊരു ചിന്തകളുണ്ടോ, എന്നെ ആരെങ്കിലും വശീകരിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം ഒളു എടുത്ത് വന്ന് സൂറത്തുൽ ബഖറ ഓതാൻ വേണ്ടി തീരുമാനിക്കുക. ബക്കറ ഓതാൻ തീരുമാനിച്ച് നിങ്ങൾ ബക്കറ ഓതുന്ന സമയം നിങ്ങൾക്ക് ഒരുപാടൊന്നും അത് ഓതാൻ കഴിയൂല. അമിതമായ കോട്ടുവായ വരിക. ഓതി തുടങ്ങുമ്പോൾ തന്നെ നിർത്താൻ കഴിയാത്ത വിധം കോട്ടുവായ എങ്ങനെ വരിക? നിങ്ങൾ നിയത്ത് വേണം, അല്ലാ എനിക്ക് വശീകരണം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂറത്തുൽ ബക്കറ ഓതാൻ പോകുന്നത് എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി വേണം ഓതാൻ. നിങ്ങൾ അങ്ങനെ ഓതാനിരിക്കുമ്പോൾ എന്താവും? ഖുർആനൊക്കെ എടുത്തുവെച്ച് നമ്മൾ സ്വല്പം ഇങ്ങനെ ഓതുന്ന സമയം അമിതമായിട്ട് ഇങ്ങനെ കോട്ടുവായ ഇടും. നിർത്താൻ പറ്റാതെ കോട്ടുവായ, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക, കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പുക, ഓതാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവുക. അതുപോലെ തന്നെ ഈ വശീകരണം പെട്ട ആളുകൾ ഈ ബക്കറ സൂറത്ത് ഓതുന്ന സമയത്ത് അവരെ ശരീരം ഇങ്ങനെ കിടന്ന് വിറക്കും. എങ്ങനെ ഓതണം? ഈ നിയ്യത്ത് വെച്ചിട്ട് ഓതണം. സാധാരണ ഓതണമാതിരി ഓതിപ്പോയാൽ പറ്റില്ല. ഓതെടുത്ത് ഈ ഒരു നിയ്യത്തോടു കൂടി ഓതണം. അവർ ഓതുന്ന സമയം അവരുടെ ശരീരത്തിൽ എന്തൊരു നല്ലൊരു വിറയൽ, തണുപ്പ് അനുഭവപ്പെടും വശീകരണപ്പെട്ടിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ അവർക്ക് ഇത് ഓതി തുടങ്ങുമ്പോൾ ഒരു നെഞ്ഞിൽ ഒരു ഭാരം പോലെ തോന്നും, ശരീരം തളരുന്നത് പോലെ തോന്നും. ചില ആളുകൾക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നും. മനസ്സിലായോ? ഇതൊക്കെ വശീകരണം പെട്ടിട്ടുള്ള ആളെ. അതേപോലെ ചില ആളുകൾ ഓതുന്ന സമയത്ത് അവർക്ക് വയറിൽ ഭയങ്കര അസ്വസ്ഥതയൊക്കെ, വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഒരു പൊറുതിയേട്. ഒക്കെ വശീകരണം നമുക്ക് പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചു തരുന്ന ചില മാർഗങ്ങളാണ്. സൂറത്തുൽ ബഖറ ഓതുന്നതോടുകൂടി നമുക്കിത് അറിയാൻ പറ്റും. മനസ്സിലായോ? എന്താണ് വശീകരണം? ഒരാൾ വശീകരിച്ച് വെക്കുന്നതാണ് വശീകരണം. എന്തിന്? അവരുടെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്തെങ്കിലും ആയിരിക്കാം. അത് ഉണ്ടായുള്ള ലക്ഷണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇനി ഇതുള്ളത് അറിയാൻ എന്താണ് മാർഗം? ലക്ഷണങ്ങളുണ്ട്. അപ്പം ഇനി ഇത് ഉറപ്പിക്കാൻ സൂറത്തുൽ ബഖറയിലൂടെ നമുക്കിത് ഉറപ്പിക്കാൻ പറ്റും. ഇനി ഇത് ഉറപ്പിച്ചു, ബഖറ സൂറത്ത് ഓതിയത് ഉണ്ട് എന്ന് ഉറപ്പായി. ഇനി എന്ത് ചെയ്യും? വശീകരണം എങ്ങനെ ഒഴിവാക്കും? ഇൻഷാ അല്ലാഹ് വശീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും വശീകരണം ഉണ്ടെങ്കിൽ അള്ളാഹു അത് അറിയിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.